ജീവിതത്തിൽ എപ്പോഴെങ്കിലുമായി നടുവേദന അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല ലോ ബാക്ക് പെയിൻ അഥവാ നടുവേദന. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു സീരീസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ ഡേ 1 ഓഫ് ലോ ബാക്ക് പെയിൻ സീരീസ്. ഐ എം ഡോക്ടർ സഞ്ജന, കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ ആൻഡ് അനസ്തീഷ്യോളജിസ്റ്റ്, മലബാർ മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ്. വാട്ട് ആർ ദ സ്ട്രക്ചേഴ്സ് കോസിംഗ് ലോ ബാക്ക് പെയിൻ? എന്തൊക്കെയാണ് ലോ ബാക്ക് പെയിൻ ഉണ്ടാക്കുന്ന പെയിൻ ജനറേറ്റേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഡിസ്ക്, നട്ടലിലെ രണ്ട് ബോണുകൾക്കിടയിലുള്ള ഒരു കാർട്ടിലേജിനസ് സ്ട്രക്ചറാണ് ഡിസ്ക്. ഈ ഡിസ്ക് തെന്നി മാറുന്നതിലൂടെയോ അഥവാ പുറത്തേക്ക് ബൾജ് ആവുന്നതിലൂടെയോ നമുക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ടാക്കാം. ഈ തെന്നി മാറുന്ന ഡിസ്ക് നട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നാഡീനരമ്പുകളെ കംപ്രസ് ചെയ്യുന്നതിലൂടെ നടുവേദനയോടൊപ്പമുള്ള കാലുവേദനയും പേഷ്യന്റിന് അനുഭവപ്പെടാം. ഈ കാലുവേദന ചിലപ്പോൾ തരിപ്പായിട്ടോ ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് സെൻസേഷൻ ഒക്കെ ആയിട്ടായിരിക്കും പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു സ്ട്രക്ചറാണ് ഫേസഡ് ജോയിന്റ് അഥവാ രണ്ട് നട്ടലുകൾ തമ്മിലുള്ള ഒരു ജോയിന്റ്. വേറെ ഏത് ഭാഗത്തുമുള്ള ഒരു ജോയിന്റ് പോലെ തന്നെ ഈ ജോയിന്റിലും ഇൻഫ്ലമേഷൻ അഥവാ ആർത്രൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കോമൺ ആണ്. പിന്നീടുള്ള സ്ട്രക്ചറാണ് സേക്രോ ഇലിയാക് ജോയിന്റ്. അതായത് നമ്മുടെ നട്ടലിനെ ഇടുപ്പസ്ഥിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ് SI ജോയിന്റ് അഥവാ സേക്രോ ഇലിയാക് ജോയിന്റ്. ഇതിലും മറ്റേതൊരു ജോയിന്റിലും ഉള്ളതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ അഥവാ ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ള ഒരു കോമൺ സ്ട്രക്ചറാണ് മസിൽസ്. നമ്മുടെ ഈ നട്ടലിനെ പല ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന മസിൽസിൽ അതിന്റെ സ്ട്രെച്ചിങ്ങിലൂടെയും ദെയർ വിൽ ബി ടെൻഡർ പോയിന്റ്സ്. ഈ ടെൻഡർ പോയിന്റ്സ് കാരണവും പേഷ്യന്റിന് പലപ്പോഴും അത് ലോ ബാക്ക് പെയിൻ, ക്രോണിക് ലോ ബാക്ക് പെയിൻ ആയിട്ട് പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ് വെർട്ടിബ്രൽ ബോഡി അഥവാ നമ്മുടെ നട്ടലിലുള്ള അസ്ഥികൾ. നട്ടലിനുള്ള അസ്ഥികൾ കാരണമുള്ള വേദന രണ്ട് തരത്തിലാവും. ഒന്നെങ്കിൽ ഇതിനുള്ള ഫ്രാക്ചർ കാരണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള ക്യാൻസറുകൾ നമ്മുടെ നട്ടലിലേക്ക് സ്പ്രെഡ് ആവുന്നതിലൂടെയും വെർട്ടിബ്രൽ ബോഡി കാരണമുള്ള പെയിൻ നമുക്ക് ലോ ബാക്ക് പെയിൻ ആയിട്ട് അനുഭവപ്പെടാം. പിന്നീട് വേറെ ഏതൊരു സ്ട്രക്ചറിലുള്ളതുപോലെയും ലിഗമെന്റ്സും മറ്റ് ബേഴ്സ പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ നിന്നും നമുക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ടാവാം. സോ പേഷ്യന്റിൽ നിന്നുള്ള ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ എക്സാമിനേഷനിലൂടെയാണ് ഏത് ഭാഗത്താണ് കറക്റ്റ് ആയിട്ട് പെയിൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ലോ ബാക്ക് പെയിൻ എന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഹിപ്പ് ജോയിന്റ്. നമ്മുടെ ഹിപ്പ് ജോയിന്റും പലപ്പോഴും നമുക്ക് ഹിപ്പ് ജോയിന്റിലുള്ള പല പെത്തോളജീസും നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത് ലോ ബാക്ക് പെയിൻ ആയിട്ടായിരിക്കാം. സോ ലോ ബാക്ക് പെയിൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹിപ്പ് ജോയിന്റിലുള്ള എന്തെങ്കിലും പാത്തോളജി ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ ഇതൊക്കെയാണ് സാധാരണയായിട്ട് ലോ ബാക്ക് പെയിന് കാരണമാകുന്ന സ്ട്രക്ചേഴ്സ്. എന്തൊക്കെയാണ് ബാക്ക് പെയിനുള്ള ലക്ഷണങ്ങളെന്നും എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്നും നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാവുന്നതാണ്. Comment box is open for your doubts. So we'll see in the next video. Thank you.